ഹായ് ഡേയ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഗ്രീൻ നെറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ കെട്ടാനായിട്ട് ഞാൻ ഒരു ഗോൾഡൻ ത്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലതേ ടോപ്പിൻ്റെ ക്ലോത്താണ് ഈ ഒരു വരുന്നത്, ഈ ഒരു പർപ്പിൾ കളർ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തു, ഈ ഒരു മോഡലിൽ ഞാൻ ചെയ്തിട്ടു. അപ്പോൾ ഇത് തീരെ സിമ്പിളായി പോലെ തോന്നി, കാരണം ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഒരു ഫംഗ്ഷൻ ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഐഡിയയിൽ പെട്ടെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ഓൾറെഡി ഉടുപ്പിൽ ഹാങ്ങിങ് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ബീഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതാണ് ആ ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ ഷുഗർ ബീഡ്സും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഇതിലും കൂടെ ചെറുതായിട്ടൊരു ഹാങ്ങിങ് കൊടുത്താലോ എന്നൊരു ഐഡിയ തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് അപ്പോഴും തോന്നിയൊരിതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉടുപ്പിൽ ഹാങ്ങിങ് കൊടുത്തപ്പോൾ, ടോപ്പിൽ കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ കൂടി ഇത് ചെയ്യുന്നതും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ക്രിസ്റ്റലിൻ്റെ ബീഡ്സും അതുപോലെ ഷുഗർ ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഹാങ്ങിങ് ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. എങ്ങനെയുണ്ട്? ഇതുപോലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നിൽ ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് കൂടി ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലാണ് ഞാൻ ഇതിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ ഹാങ്ങിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ടോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഹാങ്ങിങ് ടോപ്പിൽ ചെയ്തത് ഇതുപോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഷുഗർ ബീഡ്സ് ഞാൻ അധികം, ഇതിലിപ്പോൾ 2 ഷുഗർ ബീഡ്സ് ആണ് ഞാൻ മുകളിൽ ഇട്ടിട്ടുള്ളതെങ്കിൽ അതിൽ ഒരു 4-5 എണ്ണം ഇട്ടിട്ടുണ്ട്, അത്ര വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതും ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഞാനൊരു നീഡിൽ എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഇത് നീഡിൽ നമ്പർ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാനിത് അങ്ങനെ ഷുഗർ ബീഡ്സ് കോർക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന, അക്സറീസുകൾ വാങ്ങിക്കുന്ന കടയിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു നീഡിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഷുഗർ ബീഡ്സ് കോർക്കുന്നതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും കിട്ടും. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നൂല് കോർത്തെടുത്തിട്ടുണ്ട് കണ്ടോ. നൂല് കോർത്തെടുത്ത് കെട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് അകത്തുനിന്നാണ് കേട്ടോ, ഞാനിത് പുറം വശത്തു നിന്നല്ല, അകത്ത് നമ്മൾ സ്റ്റിച്ചിങ് വരുന്നുണ്ടല്ലോ, സ്റ്റിച്ചിങ് വരുന്ന അകവശത്തുനിന്ന് ഇതുപോലെ സൂചി ഇങ്ങനെ തുമ്പറ്റത്താണ് കേട്ടോ, നല്ല തുമ്പറ്റത്താണ് ഞാൻ കൊണ്ടൊരു ശകലം ഇതായിട്ട് ഒരുപാട് അങ്ങുള്ളിലോട്ട് കയറ്റുന്നില്ല, തുമ്പറ്റത്താണ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് 2 ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമാണ് ഒരു കുഞ്ഞ് ഹാങ്ങിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ടോപ്പിൽ ചെയ്തപ്പോൾ ഈ 2 എണ്ണം എടുത്ത സ്ഥാനത്ത് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷുഗർ ബീഡ്സ്. ഇതിൽ ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുക കണ്ടോ. ഈ ക്രിസ്റ്റൽ ബീഡും കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിങ്ങനെ കളർന്നും പോകുന്നില്ല, നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഈ സെയിം കളർ തന്നെ എടുത്തതാണ് കേട്ടോ, ഒരു നല്ല ഭംഗിക്ക് വേണ്ടി. പിന്നെ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കുഞ്ഞ് ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ലാസ്റ്റ് ഇട്ട ആ ഒരു ഷുഗർ ബീഡ് ഉണ്ടല്ലോ, അവസാനം ഇട്ട ഒരു ഷുഗർ ബീഡ്, അത് ഇനി മാറ്റുക. അത് നമ്മൾ മാറ്റിയതിന് ശേഷം, മുമ്പോട്ട് എടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ബീഡ്സിലെല്ലാം കൂടെ ചേർത്ത് സൂചി തിരികെ കയറ്റുക കേട്ടോ കണ്ടോ. ഈ നീഡിലും സൂചിയും കൂടെ ഇതുപോലെ തിരിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ക്ലോത്തിൽ കൊള്ളരുത് കേട്ടോ, ക്ലോത്തിൽ കൊള്ളാൻ പാടില്ല. അല്ലാതെ ഈ ബീഡ്സിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ തിരികെ കയറ്റേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സ് നമ്മൾ വിട്ടിട്ടുണ്ട്, ലാസ്റ്റിട്ട് ഷുഗർ ബീഡ്സ് വിട്ടിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. ഫുള്ളിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്യാൻ പാടില്ല. നല്ലതുപോലെ ടൈറ്റ് ചെയ്താൽ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഹാങ്ങിങ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആടണം, എന്നാലേ ഭംഗിയുള്ളൂ. അപ്പം ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്നിട്ട് തൊട്ട് അപ്പുറത്തുനിന്ന് തന്നെ നമുക്ക് കുത്തി ഇങ്ങനെ പുറകിലോട്ട് എടുക്കാം കേട്ടോ, വീണ്ടും പുറകിലോട്ട് എടുക്കാം. അപ്പം ഞാൻ ഒരു ഹാങ്ങിങ് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വേണം നമ്മൾ ഹാങ്ങിങ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ശകലം മാത്രം സ്പേസ് ഇട്ടിട്ട് വീണ്ടും ഞാൻ അകത്തുനിന്ന് തന്നെ കുത്തി എടുത്തിട്ടുണ്ട് കണ്ടോ, സൂചിയിൽ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. കണ്ടു പോയിക്കോളൂ കേട്ടോ. ഞാൻ 2 ഷുഗർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ ബീഡ് കോർക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ആര്യനീഡലല്ല ഇത്. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഒരു ക്രിസ്റ്റലിൻ്റെ ബോളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ടോപ്പിൽ ചെയ്തപ്പോൾ 5 ഷുഗർ ബീഡ്സ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ബോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയിൽ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുക, ക്രിസ്റ്റലിൻ്റെ ബീഡ് കഴിഞ്ഞതിന് ശേഷം. ഇങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റലിൻ്റെ ബീഡല്ല വേറെ ഏതെങ്കിലും കളറുള്ള സാധാ നിങ്ങളുടെ ബീഡാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഹാങ്ങിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൽ ഞാൻ അതുപോലെ ലാസ്റ്റ് ഇട്ട ആ ഒരു ഷുഗർ ബീഡ് മാറ്റിയതിന് ശേഷം ബാക്കി ബീഡ്സിൽ കണ്ടോ ഇതുപോലെ അകത്തോട്ട് കയറ്റിയെടുക്കുക. ക്ലോത്തിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട, ക്ലോത്തിൽ കൊള്ളുന്നില്ല. വീഡിയോ കണ്ടാൽ കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും.
എന്നിട്ട് ഇതുപോലെ എടുത്ത് നമ്മൾ ആ ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. കണ്ടോ, ഇങ്ങനൊരു ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്ന രീതിയിൽ എത്തിയതിന് ശേഷം കണ്ടോ ഇങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ തടിയിലോട്ട് കുത്തിയെടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഭംഗിയായിരിക്കുമോ ഇല്ലെന്നൊന്നും തോന്നിയില്ല. ഒന്ന് ഡിസൈൻ ആക്കണം, ഒന്ന് വർക്ക് ആക്കണം എന്നേ വിചാരിച്ചുള്ളൂ. അപ്പോഴും തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. ഇത് ഒന്നും കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളാം. ആർക്കെങ്കിലും മനസ്സിലാത്തുണ്ടെങ്കിൽ 2 ബീഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഷുഗർ ബീഡ്സ്, പിന്നെ ക്രിസ്റ്റലിൻ്റെ ബീഡും ഇട്ടു. പിന്നെ അതുപോലെ നമുക്കൊരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് എത്രത്തോളം ഇഷ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ചെയ്തു വന്നപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടമായി കേട്ടോ. അപ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതുപോലെ കണ്ടോ, നമ്മൾ ആ ഒരു ലാസ്റ്റത്തെ ബീഡ് മാറ്റുക. എന്നിട്ട് ഇതേ കണ്ടോ, ബാക്കി 3 ബീഡ്സിൻ്റെ അകത്തോട് നമ്മളിങ്ങനെ സൂചി ഏറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ടൈറ്റ് ചെയ്യണ്ട, ടൈറ്റ് ചെയ്ത് തൊട്ടപ്പുറത്തുനിന്ന് തന്നെ ഇതേ കണ്ടോ നമുക്കിങ്ങനെ കുത്തി പിറകിലോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് അങ്ങ് മുകളിലോട്ട് കയറ്റിയാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു അറ്റത്ത് തന്നെ നമ്മൾ എപ്പോഴും ഹാങ്ങിങ് ചെയ്യുമ്പോൾ അറ്റത്ത് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് ഇങ്ങനെ കിടക്കുക. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു ബീഡ് മുകളിലോട്ട് കയറിപ്പോവും. അപ്പോൾ നമ്മൾ അറ്റത്ത് നിന്ന് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, 2ലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണോ ഭംഗിയായിട്ടുണ്ടായിരുന്നത്, അതോ ആദ്യം പ്ലെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോൾ ആണോ ഭംഗിയായിട്ടുണ്ടായിരുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്, ഇങ്ങനെ വർക്ക് ചെയ്യാം, ഇങ്ങനെ ഒന്ന് ലുക്കാക്കാമെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഹാങ്ങിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ടോപ്പിലും ഹാങ്ങിങ് ചെയ്തേക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഇതാണ് കേട്ടോ ടോപ്പിൻ്റെ ക്ലോത്ത്. അപ്പം ഇതിൽ ഞാൻ ഹാങ്ങിങ് ചെയ്തേക്കുന്നത് കണ്ടോ, ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഒരു 5 ഷുഗർ ബീഡ്, ഞാൻ നേരത്തെ 2 എണ്ണം എടുത്തിട്ടുള്ള കുഞ്ഞ് ഹാങ്ങിങ്ങിന് 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാനൊരു 5 ഷുഗർ ബീഡ് ആദ്യമേ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ക്രിസ്റ്റലിൻ്റെ ഒരു ബീഡ് ഇട്ടു, പിന്നെ അടിയിൽ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ടു. ആ രീതിയിലാണ്. കാരണം നമ്മൾ ടോപ്പിൽ കുറച്ച് ലെങ്ത്ത് വേണമല്ലോ, അതുകൊണ്ടാണ് ആ ഒരു രീതിയിലാണ് ചെയ്തത്. സെയിം ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. സെയിം മെത്തേഡ് ഇത് തന്നെയാണ്. ബീഡ്സ് കുറച്ച് 2-3 എണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതേ ഞാൻ ടോപ്പിൽ സീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് സീക്വൻസ് വർക്കും ഷുഗർ ബീഡ്സും കൂടെ ചേർത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് നെക്കിൽ മാത്രം നല്ല ഹെവി ആയിട്ടുള്ളൊരു സീക്വൻസ് ഫ്ലവറും പിന്നെ അല്ലാതെ കുറച്ച് ചെറിയ ഫ്ലവറാട്ടോ 1-2 സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് പോലെ ഞാനങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിലാണ് നല്ല രീതി ഹെവി ആയിട്ടുള്ളൊരു ഫ്ലവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതേ ടോപ്പിൻ്റെ ക്ലോത്താണ് ഞാൻ സ്കേർട്ടിൻ്റെ ഇതിലും കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ടോപ്പ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഹാങ്ങിങ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കൊണ്ടും പറ്റുമോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഷുഗർ ബീഡ്സ് കോർക്കുന്ന നീഡിൽ മാത്രം നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സീക്വൻസ് വർക്ക് കൊണ്ട് ചെയ്തേക്കുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ആർക്കെങ്കിലും സീക്വൻസ് വർക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ ബൈ.